ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബബിൾ പൂരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ. എന്നാൽ മാത്രമേ ഞാൻ ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൈദയാണ്. മൈദമാവിലും ഗോതമ്പ് മാവിലും ഇത് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേങ്കിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ആയിട്ടിരിക്കുന്നത് മൈദമാവിൽ ചെയ്യുമ്പോഴാണ്. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 250 ml കപ്പിൻ്റെ അളവിൽ 1.5 കപ്പ് മൈദമാവാണ്. ഈ ഒരു റെസിപ്പി ചെറിയൊരു മധുരമുള്ള റെസിപ്പിയാണ്. ഇത് നമുക്ക് വെറുതെ കഴിക്കാനും ടേസ്റ്റാണ്. അല്ലാന്നുണ്ടെങ്കിൽ കറികളുടെ കൂടെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കഴിക്കാം. അടുത്തതായി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. ചെറിയ തരിയുള്ള പഞ്ചസാരയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലൊരു 3 സ്പൂൺ അളവിലാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു 1.5 കപ്പ് മാവിന് ഈ 3 സ്പൂൺ പഞ്ചസാര ഒരുപാട് മധുരമൊന്നും ഉണ്ടാവില്ല. ലൈറ്റ് ആയിട്ടുള്ള ഒരു മധുരം തന്നെ ഉണ്ടാവുള്ളൂ. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇത് ബബിളായിട്ട് വരുന്നത്. പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കരുത്. അങ്ങനെയാവുമ്പോൾ ഇതിൽ ബബിളായിട്ട് വരത്തില്ല. ഇതുപോലെ പൊടിക്കാതെ തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് മധുരത്തിൻ്റെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി 3 സ്പൂൺ അളവിൽ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉരുക്കിയെടുത്ത നെയ്യാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലൊരു മണവും ടേസ്റ്റൊക്കെയാണ് ഇതുപോലെ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ. നെയ്യുടെ മണം ഇഷ്ടമല്ലാത്തവർക്ക് ബട്ടർ ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൈവച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ കൈവച്ച് നല്ലപോലെ മിക്സ് ചെയ്തിട്ടെടുത്താൽ മാത്രമേ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പഞ്ചസാരയൊക്കെ ആവുമ്പോൾ ബബിളായിട്ട് നല്ലപോലെ പൊങ്ങി കിട്ടുള്ളൂ. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുത്തതിന് ശേഷം നമുക്കിത് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം. വെറുതെ കറികളൊന്നും ഇല്ലാതെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം. അതല്ല കറികളുടെ കൂടെയാണ് കഴിക്കുന്നതെങ്കിൽ അങ്ങനെയും കഴിക്കാം. ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും ചേരും. അത്രയും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണിത്. ഇപ്പോൾ ഞാനിത് കൈവച്ച് നല്ല പോലെ മിക്സ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1 കപ്പ് വെള്ളമാണ്. ഇത് മുഴുവൻ ആദ്യമേ ഒഴിച്ചു കൊടുക്കുന്നില്ല. ആദ്യം ഇതിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുഴച്ച് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ ബാക്കി ഒഴിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതിൽ വെള്ളം പോരാതെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് മുഴുവനും ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടില്ല. കുറച്ച് വെള്ളം ബാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് 1/4 കപ്പ് വെള്ളമാണ്. ഇത്രയും വെള്ളം മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നില്ല, ആ ഒരു പരുവം തന്നെയാണ് ഇതിന് വേണ്ടത്. ഇത് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് ഈ ഒരു പാത്രത്തിൽ തന്നെ ഇട്ട് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് മാത്രം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നെടുക്കാം. 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുമ്പോൾ ഈ മാവ് ഒന്നുകൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ ഈ മാവ് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് തടവിയതിന് ശേഷം ഇതെല്ലാം ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റണം. ഇപ്പോൾ ഇതാ ഇതുപോലെ ഈ ഒരു വലിപ്പത്തിൽ എല്ലാം ബോൾസ് ആക്കി മാറ്റുന്നുണ്ട്. ഇപ്പോൾ 1.5 കപ്പ് മാവിൽ ഞാനിതൊരു 10 ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ ഞാനിതാ മുഴുവൻ മാവും ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബോർഡ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ പൊടി എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം നേരത്തെ ബോൾസ് ആക്കി വെച്ചിട്ടുള്ള ഒരു ബോൾസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. പരത്തിയെടുക്കുമ്പോൾ നല്ല പോലെ നൈസായിട്ട് വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇത് ഈ ഒരു വലിപ്പത്തിൽ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇത്രയും നൈസായിട്ട് വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. ഇതേപോലെ തന്നെ 10 ബോൾസും ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. അടുത്തതായി ഇതിൽ നിന്നും പരത്തിയ ഒരു മാവെടുത്ത് ഇതുപോലെ ബോർഡിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഈ ഒരു മാവിൽ മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് പരത്തിയ ഒരു മാവ് കൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ 10 മാവും ഇതേ രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തെടുക്കുന്നത് മാവ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും നമ്മുടെ ആ ഒരു ബബിൾ പൂരി നല്ല ഒരു ലെയറോട് കൂടി ഇരിക്കാനും ഒക്കെ വേണ്ടിയാണ്. ഇനി നമുക്ക് അടുക്കി വെച്ച മാവ് ഇതുപോലൊന്ന് റോളാക്കി എടുക്കാം. നമ്മുടെ സാധാരണ പൂരി പപ്പടം പോലെ നൈസായിട്ടിരിക്കുന്നതാണ്. ഈ പൂരി അങ്ങനല്ല. ഇപ്പോൾ ഞാനിതാ ഈ മുഴുവൻ പരത്തിയെടുത്ത മാവും ഇതുപോലെ റോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇതെല്ലാം ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തിട്ടെടുക്കുന്നത്.
പരത്തിയെടുത്ത മാവെല്ലാം ഒന്നിനു മേളിൽ ഒന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഈ മാവ് ലെയറോട് കൂടിയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഈ മാവെല്ലാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോർഡിലേക്ക് കുറച്ച് പൊടി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള മാവ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി. ഇങ്ങനെ പരത്തിയെടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു ലെയർ ഒന്നും പോവത്തില്ല. ഇപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ ഞാൻ എല്ലാ മാവും ഇതേപോലെ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരെണ്ണം ഇട്ട് കൊടുക്കാം. ഇതുപോലെ മാവ് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഉടനെ തന്നെ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റണം. എന്നിട്ട് ആ ഒരു ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും, അകമൊന്നും വെന്ത് കിട്ടുകയില്ല. ഇതുപോലെ മാവിട്ട് കൊടുത്ത ശേഷം എണ്ണ അതിന് മുകളിലേക്കായിട്ട് ഇതുപോലെ കോരി ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈ ഒരു ബബിൾസ് ഒക്കെ കറക്റ്റായിട്ട് തെളിഞ്ഞു വരും. ഈ ഒരു ബബിൾ പൂരി കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ അകമെല്ലാം ലെയർ ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും. അതുവരേക്കും നമുക്കിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതുപോലെ തന്നെ ഇത് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കരുത്. ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ ഈ ഒരു പൂരി കറക്റ്റായിട്ട് വെന്ത് കിട്ടില്ല, വാടിപ്പോവും. ഇപ്പോൾ ഈ ഒരു പൂരി മൊത്തത്തിലൊന്ന് പൊള്ളി വരുന്നുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമ്മുടെ ഈ പൂരി വെന്തുന്നാണ്. ഇനി നമുക്കിതൊന്നും കൂടി മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം 1 സെക്കൻഡ് ഒന്ന് വേവിച്ചെടുത്ത ശേഷം ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ബബിൾ പൂരി റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഇതേപോലെ തന്നെ എല്ലാ മാവും ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പൂരിയിൽ നിന്നും ഒരെണ്ണം എടുത്ത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അകം നല്ല സോഫ്റ്റ് ആയിട്ടും പുറമേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇതിൻ്റെ അകം ലെയറോട് കൂടി നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം ഞാൻ ഇതുപോലെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇതിൽ ചെറിയ മധുരമൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കറികളുടെ കൂടെയൊക്കെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം. അതല്ല നമുക്ക് വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ വെറുതെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ പുതിയതായി ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.